നമ്മൾ ഒറ്റപ്പാലം പോകാൻ പോവാണ്. ഹായ്. അപ്പോൾ കുട്ടൂസ് പറഞ്ഞതുപോലെ ഞങ്ങളൊന്ന് ഒറ്റപ്പാലം പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മക്കളെയും കൊണ്ട് ഒന്ന് ഒറ്റപ്പാലം പോകണം. ഒരു 8-9 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോണത്. പോണ വഴിക്ക് തന്നെ വാണിയംകുളത്ത് ഒരു അമ്പലത്തിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അവിടെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുകയാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഗാനമേള കാണാനും കൂടി കുറച്ച് സമയം ഒന്ന് നിൽക്കണമെന്നും കൂടി വിചാരിച്ചിട്ടാണ് പോണത് കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല, വെക്കേഷനല്ലേ, അപ്പോൾ മക്കളെയും കൊണ്ട് അങ്ങനെ അധികമൊന്നും പുറത്ത് പോയിട്ടില്ല. അപ്പോൾ അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് മാത്രം പോവുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ മുടി നന്നായിട്ട് വളർന്നത് കാരണം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടൂസിൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സ്കൂൾ തുറക്കുമ്പോഴേ മുടി വെട്ടണുള്ളൂ എന്ന് വിചാരിച്ച് വാശി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് പക്ഷേ നെറ്റിമിൽ മുടി വീണ് കിടക്കണത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും മുടി അങ്ങോട്ട് പിടിച്ച് കെട്ടി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഏതാണ്ട് റെഡിയായി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് വാണിയംകുളത്ത് ആ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങളിവിടുന്ന് വാണിയംകുളം എത്തിയപ്പോഴേക്ക് തന്നെ അവിടെ ഗാനമേള ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തി. അതായത് നമ്മൾ ഒറ്റപ്പാലം പോയിട്ട് ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഗാനമേള തീരാറായിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് കാരണം നമ്മൾ വെള്ളുവനാടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ നമ്മളവിടെ കയറിയ സമയത്ത് അവിടെ ചുമരിലൊരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഈ പെയിൻറ്റിങ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത്? ഇവിടുത്തെ ഭക്ഷണം ഈ രീതിയിൽ ഉണ്ടാക്കുന്നു എന്നാണോ, അതോ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാത്ത ആളുകൾ ഇത്തരം പണികൾ ചെയ്യേണ്ടി വരും എന്നാണോ? ഞങ്ങളെന്തായാലും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നമ്മൾ തിരിച്ച് വാണിയംകുളം എത്തിയപ്പോഴേക്ക് തന്നെ അവിടെ ഏതാണ്ട് ഗാനമേള തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഗാനമേള കണ്ടു. അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്